ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിക്കും. മോദിക്ക് സ്വീകരണം ഒരുക്കാൻ കത്തീഡ്രൽ ഒരുങ്ങിയിട്ടുണ്ട്. വൈകിട്ട് 6:30 കത്തീഡ്രലിൽ എത്തുന്ന പ്രധാനമന്ത്രി ക്രിസ്മസ് സന്ദേശവും നൽകിയ ശേഷമാണ് മടങ്ങുക. ഇതിന്റെ വിശദാംശങ്ങൾ ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിന് മുന്നിൽ നിന്ന് അനൂപ് ദാസ് നൽകും. അനൂപ്, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി ഇന്ന് സന്ദേശവും നൽകിയ ശേഷമേ മടങ്ങൂ എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട പരിപാടികൾ അവിടെ എന്തൊക്കെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്? മാത്രമല്ല, സ്വീകരിക്കാനായി അവിടെ സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 6:30 എവിടെയാണ് എത്തുക? സേക്രഡ് ഹാർട്ട് പള്ളി, ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട കത്തീഡ്രലാണിത്. അതിനൊരു കാര്യം, മലയാളികളൊക്കെ ഒരുപാട് പേർ ഡൽഹിയിലുണ്ടല്ലോ. അവരൊക്കെ പ്രധാനമായും ആഘോഷ ദിവസങ്ങളിലും മറ്റും എത്തുന്ന പള്ളിയാണിത്. കഴിഞ്ഞ വർഷം 2023 ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം അന്ന് ഇവിടെ എത്തി വികാരി അച്ഛനെയൊക്കെ കണ്ട് സംസാരിച്ച് കുറച്ചധികം സമയം ചിലവഴിച്ചാണ് അന്ന് തിരിച്ചു പോയത്. ഇന്ന് മോദി 6:30 എത്തുമ്പോൾ സ്വീകരണം ഒരുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ക്രിസ്മസിന് നാട്ടിലൊക്കെ ഉള്ള ഒരു പള്ളി ഒരുങ്ങുന്ന പോലെ തന്നെ ഇവിടെയും ഒരുങ്ങിയിട്ടുണ്ട്. വലിയ ക്രിസ്മസ് ട്രീ ഉണ്ട് ഇവിടെ. ക്രിസ്മസ് ട്രീ ഈ നമ്മൾ കയറുമ്പോൾ ഇടതുഭാഗത്ത് ക്രിസ്മസ് ട്രീ, ഈ വലതുഭാഗത്താണെങ്കിൽ ഇവിടെ ഒരു രസമുള്ളൊരു പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. വലിയ 2 സ്റ്റാറുകളുണ്ട്. ഇങ്ങനെ ഒരു 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 ക്രിസ്മസ് ഓളമൊക്കെ ഇവിടെയുണ്ട്. ഇങ്ങോട്ടേക്ക് 6:30 പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട മേലധ്യക്ഷന്മാർ, ഈ ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകും. അതിന് പുറമെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത്. അല്പസമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി ഈ പ്രദേശത്തിൻ്റെ ആകെ ഒരു സുരക്ഷാ ചുമതല അവർ ഏറ്റെടുക്കും. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം 6:30 പ്രധാനമന്ത്രി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 7 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു ക്രിസ്മസ് സന്ദേശം ഇവിടെ വെച്ച് ഉണ്ടാകും എന്നാണ് വിവരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, അതായത് 2-3 വർഷങ്ങളായിട്ട് ഈ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാൻ വേണ്ടി BJP ശ്രമിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് ഈ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട് കാര്യമായി കിട്ടാറുണ്ട്. അതിന് സമാനമായിട്ട് വോട്ട് കേരളം, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലഭിക്കണമെന്ന ആഗ്രഹം കുറച്ചു കാലമായി BJPക്കുണ്ട്. കാരണം നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലേതുൾപ്പെടെ മാറ്റണമെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ അത്യാവശ്യമാണ്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയുടെ വിജയത്തിലൊക്കെ അത് നിർണായകമായിട്ടുണ്ട് എന്നും BJP വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ക്രിസ്മസ് ദിനത്തിൽ ഇപ്പോൾ സേക്രഡ് ഹാർട്ട് പള്ളിയിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ ചടങ്ങുകളുടെ ഭാഗമാകും അദ്ദേഹം. മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യത മോദിക്കുണ്ട് എന്ന നിലയിലുള്ള, ഏതായാലും രാഷ്ട്രീയപരമായി കൂടി ഏറെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമായിരിക്കും ഇത് എന്ന് പറയാം. അനൂപ് ദാസിന് എല്ലാവിധ ആശംസകളും.